ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സിവിൽ. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. 2 ക്ലാസ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ പാർട്ടാണ്. 2 പാർട്ട് കാണാത്തത് കാണാൻ ശ്രമിക്കുക. ബേസിക് ആയിട്ടുള്ള ടേംസ് എല്ലാം ആ പാർട്ടിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തോടു കൂടി ഡോർസ് ആൻഡ് വിൻഡോസിലെ ടോപ്പിക്ക് അവസാനിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാലൻസ് ടോപ്പിക്കിലേക്ക് കടക്കാം. Type of joint used in frame of door and windows is mortise and tenon joints. അപ്പോൾ നമ്മൾ ഡോർസിലും വിൻഡോസിലും യൂസ് ചെയ്യുന്ന ടൈപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത് മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ജോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ചില എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, ജോയിൻറ്റ്സിൻ്റെ പോർഷനും ചോദിച്ചിട്ടുണ്ട്. The process of taking off the shaving from wood to make the surface smooth is called planning. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ വുഡിൻ്റെ സർഫസ് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് ചെയ്തിട്ട് പ്ലാനർ ഒരു ടൂളുണ്ട്. ആ ടൂൾ വെച്ച് വുഡിൻ്റെ ടോപ്പ് ലെയർ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. വുഡിൻ്റെ സർഫസ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അതിൻ്റെ ഈ പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. The door provided in a public building with constant visitors is revolving door. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് വിസിറ്റേഴ്സ് അങ്ങനെയുള്ള പബ്ലിക് ബിൽഡിങ്സിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഡോർ എന്ന് പറയുന്നത് റിവോൾവിംഗ് ഡോറാണ്. By using skew-butt hinge, it is possible to raise the door shutter nearly 10 mm above floor level. അപ്പോൾ നമ്മൾ സ്ക്യൂ-ബട്ട് ഹിഞ്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോറിൻ്റെ ആ ഒരു ഡോറിൻ്റെ ഷട്ടറിനെ റേസ് ചെയ്യാൻ പറ്റും. ഫ്ലോർ ലെവലിൽ നിന്നും ഒരു 10 mm above വരെ ഡോറിൻ്റെ ഷട്ടറിനെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പർപ്പസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഹിഞ്ച് എന്ന് പറയുന്നത് സ്ക്യൂ-ബട്ട് ഹിഞ്ചാണ്. അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഡോറിൻ്റെ ഷട്ടറിനെ റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഹിഞ്ച് ചെയ്ത് അതുപോലെ തന്നെ എത്ര ആ ഒരു ലിമിറ്റ് എത്ര എബോവ് ഫ്ലോറിൽ എത്ര വരെ നമുക്കത് റൈസ് ചെയ്യാന്നുള്ള ആ ഒരു വാല്യൂ ചോദിച്ചിട്ടുണ്ട്. 10 mm ആണ് ആൻസർ വരുന്നത്. മെക്കാനിക്കൽ ഗിയർ ടൈപ്പ് റോളിംഗ് ഷട്ടേഴ്സ് ആർ പ്രൊവൈഡഡ് വെയർ ഡോർ ഓപ്പണിംഗ് ആർ ഗ്രേറ്റർ ദാൻ 10 meter square. ഡോർ ഓപ്പണിങ് ഗ്രേറ്റർ ദാൻ 10 meter square ആണെങ്കിൽ ഡോർ ഓപ്പണിങ്ങിൻ്റെ ഏരിയ ഗ്രേറ്റർ ദാൻ 10 meter square ആണ് എങ്കിൽ അപ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഷട്ടറാണ് മെക്കാനിക്കൽ ഗിയർ ടൈപ്പ് റോളിംഗ് ഷട്ടേഴ്സ് എന്ന് പറയുന്നത്. For sufficient natural light, the area of the glazed panels should be at least 8 to 10% of the floor area. അതായത് സഫിഷ്യൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ലൈറ്റിനൊക്കെ വേണ്ടി ഗ്ലേസ്ഡ് പാനൽസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 8 to 10% ഓഫ് ദ ഫ്ലോർ ഏരിയ ആയിരിക്കും. Clear story window provides ventilation to the inside of the room as the front is blocked by the veranda. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിയർ സ്റ്റോറി വിൻഡോയുടെ വേറൊരു ടൈപ്പ് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അഡ്ജസ്റ്റൻറ്റ് ദ റൂഫ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ക്ലിയർ സ്റ്റോറി വിൻഡോ റൂമിൻ്റെ ഇൻസൈഡിൽ വെൻറ്റിലേഷൻ പ്രൊവൈഡ് ചെയ്യും. ആസ് ദ ഫ്രണ്ട് ഈസ് ബ്ലോക്ക്ഡ് ബൈ ദ വരാന്ത. ഫ്രണ്ട് വരാന്തോട്ട് ബ്ലോക്ക് ചെയ്യുന്ന അങ്ങനത്തെ കേസിലൊക്കെ വെൻറ്റിലേഷൻ റൂമിനകത്ത് വെൻറ്റിലേഷൻ കൊടുക്കും ക്ലിയർ സ്റ്റോറി വിൻഡോ യൂസ് ചെയ്യുകയാണെങ്കിൽ. The window used with the object of providing light and air to the enclosed space below the roof is called dormer window. അതായത് ലൈറ്റും എയറും എൻക്ലോസ്ഡ് സ്പേസിൽ റൂഫിന് താഴെയുള്ള എൻക്ലോസ്ഡ് സ്പേസിൽ ലൈറ്റും എയറും പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് വിൻഡോ എന്ന് പറയുന്നത് ഡോർമർ വിൻഡോ ആണ്. ഇപ്പോൾ കൂടുതൽ ഒരുപാട് എക്സാംസിൽ ഡോർമർ വിൻഡോയുടെ ഒരു ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തത് കാണാൻ ശ്രമിക്കുക. അപ്പം 2 രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കൂടുതലും ഡോർമർ വിൻഡോ ക്ലിയർ സ്റ്റോറി വിൻഡോയാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. എല്ലാം ചോദിച്ചിട്ടുണ്ട്, എന്നാലും ഡോർമർ വിൻഡോ ആണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. എന്നാലും എല്ലാ ടൈപ്പ് വിൻഡോയും പഠിച്ചു വയ്ക്കുക. സ്ലൈഡിംഗ് ഡോർ ആർ കോമൺലി യൂസ്ഡ് ഇൻ ഗോഡൗൺസ്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗോഡൗൺസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡോർ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഡോറാണ്. The joint formed by fitting the entire thickness of the end of one member for a short distance into another piece is house joint. ഇതൊരു ഹൗസ് ജോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ജോയിൻറ്റ് ഫോംഡ് ഫിറ്റിംഗ് ദി എൻറ്റയർ തിക്നെസ് ഓഫ് ദി എൻഡ് ഓഫ് വൺ മെമ്പർ. ഒരു മെമ്പറിൻ്റെ എൻറ്റയർ തിക്നെസ് ജോയിൻ ചെയ്യേണ്ട വേറൊരു പീസിൽ ഷോർട്ട് ഡിസ്റ്റൻസിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈപ്പ് ജോയിൻ്റാണ് ഹൗസ് ജോയിൻ്റ് എന്ന് പറയുന്നത്. A timber piece which is fixed in an inclined position within frame is known as lowers. അതായത് നമ്മൾ ഇൻക്ലൈൻഡ് പൊസിഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടിമ്പർ പീസിനെയാണ് ലോവേഴ്സ് എന്ന് പറയുന്നത്.
ഏരിയ ഓഫ് ഷട്ടർ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് റെയിൽ ആൻഡ് സ്റ്റൈൽ ഈസ് കോൾഡ് പാനൽ. നമ്മൾ പാനൽ എന്ന് പറയുന്നത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള റെയിലും സ്റ്റൈൽ എന്തൊക്കെയാണെന്നൊക്കെ മുമ്പ് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കോമൺ ടേംസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള റെയിലും സ്റ്റൈലും അതിൻ്റെ ആ ഒരു ഏരിയ അതിനെയാണ് അത് ഷട്ടറിൻ്റെ ആ ഒരു ഏരിയയാണ് പാനൽ എന്ന് പറയുന്നത്. The process of preparing a rectangular portion on the edge of a timber pieces so as to receive another timber piece which is also similarly cut. The term is called rebating. അതായത് ഒരു ടിമ്പർ പീസിൻ്റെ എഡ്ജ് റെക്റ്റാങ്കുലർ പോർഷനിലാണ്, അപ്പോൾ അത് മറ്റൊരു ടിമ്പർ പീസിൻ്റെ സിമിലർലി കട്ടായിട്ടുള്ള ആ ഒരു പോർഷനിൽ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ആ ഒരു പ്രോസസ്സിനെയാണ് റിബേറ്റിംഗ് എന്ന് പറയുന്നത്. The joints which are used to extend the width of boards or planks are called widening joints. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെങ്തിങ് ജോയിൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം വൈഡനിങ് ജോയിൻ ആണ്. വൈഡനിങ് ജോയിൻ എന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ പ്ലാങ്ക്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ജോയിൻ്റ് ആണ് വൈഡനിങ് ജോയിൻസ് എന്ന് പറയുന്നത്. പെയിൻറ്റിങ് കോൺസ്റ്റൻറ്റ് ഫോർ വെനീഷ്യൻ ഡോർ ഫോർ ബോത്ത് സൈഡ്സ് ഈസ് 3. നമ്മൾ ഒരുപാട് ടൈപ്പ് ഡോറുണ്ട്, വെനീഷ്യൻ ഡോർ, പാനൽ ഡോർ, ഗ്ലേസ് ഡോർ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡോറുണ്ട്. അപ്പോൾ അതിൽ വെനീഷ്യൻ ഡോറിൻ്റെ പെയിൻറ്റിങ് കോൺസ്റ്റൻറ്റ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പെയിൻറ്റിങ് കോൺസ്റ്റൻറ്റ് ഫോർ വെനീഷ്യൻ ഡോർ ഫോർ ബോത്ത് സൈഡ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് സൈഡ്സ്, 2 സൈഡിന് ആണ് 3 വരുന്നത്. അപ്പോൾ 1 സൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും വരുന്നത്. അപ്പോൾ പെയിൻറ്റിങ് കോൺസ്റ്റൻറ്റ് ഫോർ വെനീഷ്യൻ ഡോർ ഫോർ ബോത്ത് സൈഡ് ഈസ് 3. Name of the molded wooden strip fixed around a door frame to improve the appearance architrave. അതായത് ഒരു മൗൾഡഡ് ആയിട്ടുള്ള വുഡൻ സ്ട്രിപ്പ് ഡോർ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു മൗൾഡഡ് ആയിട്ടുള്ള വുഡൻ സ്ട്രിപ്പ്, അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ആർക്കിട്രേവ് എന്ന് പറയുന്നത്. ഓർഡിനറി വിൻഡോ ഈസ് ടെക്നിക്കലി നോൺ ആസ് കേസ്മെൻറ്റ് വിൻഡോ. നമ്മൾ സാധാരണ ഓർഡിനറി ആയിട്ടുള്ള വിൻഡോയെ പറയുന്നത് കേസ്മെൻറ്റ് വിൻഡോ എന്നാണ് ടെക്നിക്കലി പറയുന്നത്. അഡീഷണൽ ഹൊറിസോണ്ടൽ റെയിൽസ് ഫിക്സഡ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം റെയിൽസ് ഓഫ് എ ഷട്ടർ ഈസ് കോൾഡ് ക്രോസ് റെയിൽ. ഷട്ടറിൻ്റെ ടോപ്പിനും ബോട്ടത്തിനും ഇടയിൽ പ്ലേസ് ചെയ്യുന്ന അഡീഷണൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ റെയിലിനെയാണ് ക്രോസ് റെയിൽ എന്ന് പറയുന്നത്. മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ്സ് ജനറലി ബെൻഡ് ഇൻ ഇസഡ് ഷേപ്പ് ടു ഫിക്സ് ഓർ ഹോൾഡ് ദ ഫ്രെയിം ടു ദ ഓപ്പണിംഗ് ഈസ് നോൺ ആസ് ഹോൾഡ് ഫാസ്റ്റ്. അതായത് ഫ്രെയിമിനെ ഓപ്പണിങ്ങിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഇസഡ് ഷേപ്പിലുള്ള ഒരു മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനെ പറയുന്നത് ഹോൾഡ് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. എ വിൻഡോ യൂഷ്വലി ഫിക്സഡ് ഓൺ ദ സ്ലോപ്പിംഗ് സർഫസ് ഓഫ് എ റൂഫ് ഈസ് സ്കൈലൈറ്റ്. സ്ലോപ്പിംഗ് സർഫസിൽ ഫിക്സ് ചെയ്യുന്ന വിൻഡോയാണ് സ്കൈലൈറ്റ് എന്ന് പറയുന്നത്. ദ ടൂൾ യൂസ്ഡ് ഫോർ ഡീപ്പ് ബോറിംഗ് ഇൻ കാർപ്പൻട്രി വർക്ക് ഈസ് ബോറിംഗ് ടൂൾ. കാർപ്പൻട്രി വർക്കിൽ ഡീപ്പ് ബോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളിൻ്റെ പേരാണ് ബോറിംഗ് ടൂൾ. Table joint is used when a member is subjected to both tension as well as compression. മെമ്പറിൽ ടെൻഷനും കംപ്രഷനും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത് ടേബിൾ ജോയിൻ്റ് ആണ്. ദ ഏരിയ ഓഫ് വിൻഡോ ഓപ്പണിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1 square meter ഫോർ എവറി 30 to 40 cubic meter ഓഫ് ദ റൂം വോളിയം. ഓരോ റൂം വോളിയത്തിൻ്റെ ഓരോ 30 to 40 മീറ്റർ ക്യൂബിലും അതിൻ്റെ വിൻഡോ ഓപ്പണിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മിനിമം അറ്റ്ലീസ്റ്റ് 1 meter square ആയിരിക്കും. The ventilators are small windows fixed at a greater height than the window, generally about 30 to 50 cm below the roof level. നമ്മൾ ഈ വിൻഡോയ്ക്കാളും ഹൈറ്റിൽ കൂടുതൽ മുകളിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്മോൾ വിൻഡോ ആണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. അത് റൂഫ് ലെവലിൽ നിന്നും 30 to 50 cm ബിലോ ആയിരിക്കും. A door in which the shutter is formed by joining the vertical wooden board side by side with the tongue and groove joint and fixed together by horizontal support is called battened and ledge door. അതായത് വെർട്ടിക്കൽ വുഡൻ ബോർഡ്സ് സൈഡ് ബൈ സൈഡ് ആയിട്ട് ജോയിൻ ചെയ്ത്, അത് ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻറ്റിൽ വെർട്ടിക്കൽ വുഡൻ ബോർഡ്സ് സൈഡ് ബൈ സൈഡ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് അതിനെ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ടോട് ഫിക്സ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഡോറാണ് ബാറ്റൻഡ് ആൻഡ് ledge door എന്ന് പറയുന്നത്. The door thus work without hinges and used for compound gate, main entrance etc. is collapsible steel door. നമ്മൾ കോമ്പൗണ്ട് ഗേറ്റിലും മെയിൻ എൻട്രൻസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡോറിനാണ് കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മളെന്താണ് ഹിഞ്ചസ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഡോർ വർക്ക് ചെയ്യുന്നത്. The width and height of an opening is designated by number of modules where each module is of 100 mm. നമ്മൾ വിഡ്ത്തും ഹൈറ്റും ഓരോരോ മോഡ്യൂൾസിൻ്റെ ഒരു ടേംസിലാണ് പറയുന്നത്. ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് 100 mm ആണ്. A swing door is provided with a special hinges known as double action spring hinge. സ്വിംഗ് ഡോർ ടൈപ്പ് ഡോറാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്, ആ ഡോറിൽ ഒരു സ്പെഷ്യൽ ഹിഞ്ചസും കൂടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ച് എന്നാണ് പറയുന്നത്. Grooving is the term used to indicate a recess formed in a timber piece. ഒരു ടിമ്പർ പീസിൽ ഒരു റിസസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് ഗ്രൂവിംഗ് എന്ന് പറയുന്നത്.
ഡോർ ഫ്രെയിംസ് ആർ കണക്റ്റഡ് ടു ദ വാൾ ബൈ ഹോൾഡ് ഫാസ്റ്റ്. നമ്മൾ ഡോർ ഫ്രെയിംസ് വാളിൽ ഹോൾഡ് ഫാസ്റ്റ് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദ പ്രോസസ് ഓഫ് സിങ്കിങ് എഡ്ജ് ഓഫ് വൺ പീസ് ഓഫ് ടിമ്പർ ഇൻറ്റു അനദർ ഈസ് കോൾഡ് ഹൗസിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് എക്സാംസിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഹൗസിങ്ങിനെ പറ്റി. ദ ഓപ്പണിംഗ് ഓഫ് ഫ്ലാറ്റ് റൂഫ് ഫോർ ലൈറ്റിംഗ് പർപ്പസസ് ലാൻഡൺ വിൻഡോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്കൈലൈറ്റും ലാൻഡൺ വിൻഡോ എല്ലാവരും തിരിഞ്ഞ് വന്നതാണ്. സ്കൈലൈറ്റ് നമ്മൾ സ്ലോപ്പിംഗ് സർഫസിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫ്ലാറ്റ് റൂഫിൽ ഓപ്പണിങ്ങിൽ ലൈറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലാൻഡൺ window. The hinge which is permit the door shutter to open parallel the wall is known as parliamentary hinge. അതായത് നമ്മൾ വാളിന് പാരലായിട്ട് നമ്മൾ ഡോർ ഷട്ടറിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അപ്പോഴും അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹിഞ്ചാണ് പാർലമെൻ്ററി ഹിഞ്ച്. കോമൺ റിലേഷൻ ടു ഫൈൻഡ് വിഡ്ത്ത് ഓഫ് ഡോർ ഈസ് ഈക്വൽ ടു 0.4 to 0.6 ഇൻറ്റു ഹൈറ്റ്. അതായത് ഡോറിൻ്റെ വിഡ്ത്ത് കാണാനുള്ള കോമൺ റിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഹൈറ്റ് അറിയാമെങ്കിൽ 0.4 to 0.6 ഇൻറ്റു ഹൈറ്റാണ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡോർസ് ആൻഡ് വിൻഡോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രെയിം മെയ്ഡ് ഓഫ് ലൈറ്റ് സെക്ഷൻസ് ആൻഡ് ഡിസൈൻ ടു ക്യാരി ഗ്ലാസ് ഈസ് കോൾഡ് സാഷ്. അതായത് ഗ്ലാസ്സിനെയൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ് സെക്ഷൻസ് അതിനെയാണ് സാഷ് എന്ന് പറയുന്നത്. അത് ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ലൈഡിംഗ് ഡോർ ഗോഡൗൺസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷെഡ്, ഗോഡൗൺസ്, ഷോപ്സിലൊക്കെയാണ് സ്ലൈഡിംഗ് ഡോർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് കോസ് എനി ഒബ്സ്ട്രക്ഷൻ ഡ്യൂറിങ് മൂവ്മെൻറ്റ്. അതായത് മൂവ്മെൻറ്റ് സമയത്ത് ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് അതിനാണ് സ്ലൈഡിംഗ് ഡോർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന ടോപ്പിക്കിലും ഉള്ളത്. ടോട്ടൽ 3 ക്ലാസ് കൊണ്ട് ആണ് ഈ ടോപ്പിക്ക് കഴിഞ്ഞത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫെബ്രുവരി നടക്കുന്ന എക്സാംസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.